അപ്പൊ ഗായ്സ് വെൽക്കം ബാക്ക് ടു UFC 320. രണ്ട് മൂന്ന് അമ്പറിട്ട് ചാവ അല്ല ഒന്നും പറയാനട്ടാ, കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ലൈക്ക് എനിക്കറിയില്ല, ക്വസ്റ്റ്യൻ കണ്ട സ്റ്റോപ്പേജ് രണ്ടാമത് കണ്ടു നോക്കിയപ്പോ മനസ്സിലായ അങ്ങിന്റെ കയ്യിലാണ് കൊണ്ടത്. പക്ഷെ അങ്ങൊന്നും ചെയ്യാനുണ്ടായില്ല കുറെ നേരമായിട്ട്. അതുകൊണ്ട് വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനത്തെ സ്റ്റോപ്പേജ് ഒന്നും പറയാനില്ല. കറക്റ്റ് ഒന്നും പറയാനില്ല. അപ്രിസിയേഷൻ ടുവേർഡ്സ് അലക്സ് പെരേര. കിടിലൻ പെർഫോമൻസ്. ഫസ്റ്റ് തുടങ്ങിയ അറ്റാക്കിംഗ് മൂഡായിരുന്നു. ഈ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ പറയണ്ട അലക്സ് പെരേരയായിട്ട് വെയിറ്റ് ചെയ്യുക, ടേക്ക് ഡൗൺ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്യരുതെന്ന്. അതങ്ങാണ്ട് കേട്ട് വന്ന പോലെ കറക്റ്റ് അങ്ങനെ തന്നെ. അല്ല, അത് കേട്ടെന്ന് പറയണല്ലേട്ടാ, കറക്റ്റ് അലക്സ് ആയിട്ട് തന്നെ വെയിറ്റ് ചെയ്ത് ഫസ്റ്റ് മൊമെന്റ് തുടങ്ങി. അപ്പൊ കിച്ചൻ പറയണ്ടായി പണി കിട്ടും ഇങ്ങനെ ഫൈറ്റ് ചെയ്ത. പക്ഷെ പണി കിട്ടിയത് അങ്കലവിലായിരുന്നു. ഒന്നും പറയാനില്ല, കിട്ടില്ല പെർഫോമൻസ്. ഇന്നലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സെക്കൻഡ് തൊട്ടേ മറ്റേ വെഞ്ചൻസ് ആയിരുന്നു സ്റ്റാർട്ടിങ് തൊട്ടേ. അപ്പൊ ഞാൻ വിചാരിച്ചത് എങ്ങാനും ഇതിന്റെ പുറകെ പോയിട്ട് കൗണ്ടർ അടിച്ച് കിട്ടോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഡെലിവർ ചെയ്ത് ഒരു റൗണ്ടിൽ തന്നെ, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഫിനിഷ്. എന്താണ് ഒന്നും പറയാനില്ല. ആ ഫൈറ്റ് അതിനേരം ഉണ്ടായില്ല ഫൈറ്റിനെ പറ്റി പറയാനായിട്ട്. അതുകൊണ്ട് ആകെ അലക്സ് പ്രഷർ ചെയ്യണ മാത്രം കണ്ട് ഒരു റൈറ്റ് ഹൂക്ക് എറിഞ്ഞ് കറക്റ്റായിട്ട് കൊണ്ട് അങ്കലവ് ടേക്ക് ഡൗൺ നോക്കി. പിന്നെ അലക്സ് ഇങ്ങനെ എൽബോ 12-6 നല്ലോണം മുതലെടുത്ത് 12-6 തന്നെ കൊടുത്തോണ്ടിരിക്കണേന്ന്. അങ്കലവ് അതിൽ കൊണ്ടുകൊണ്ട് ഒരു റിയാക്ഷൻ അങ്കലവിന്ന് ഉണ്ടായില്ല. അപ്പൊ ഹെർബീൻ സ്റ്റോപ്പ് ചെയ്ത് അലക്സ്. പക്ഷേ റീമാച്ച് 1-1 എന്നുള്ള സ്റ്റോറി റീമാച്ച് ആണ്. പക്ഷെ എനിക്ക് തോന്നാനുള്ള ഒരിക്കലും UFC റീമാച്ച് കൊടുക്കുമെന്ന്. കാരണം പുറത്ത് ഉൾബർഗ് ഇരിപ്പുണ്ട്, ജിറി ഇരിപ്പുണ്ട്. പിന്നെ 1-1 സ്റ്റോറിയിലായിരുന്നു ആരും പറയുന്നില്ല. അപ്പൊ എന്തായാലും റീമാച്ച് ആവാൻ ചാൻസ് കുറവാണ്. അപ്പൊ മിക്കവാറും എനിക്ക് തോന്നണത് ഉൾബർഗ് ആയിട്ടായിരിക്കും എന്നാണ്. കാരണം ജിറിയായിട്ട് 2 പ്രാവശ്യം ജിറിയായിട്ട് 2 പ്രാവശ്യം ഓൾറെഡി വെയിറ്റ് ചെയ്തില്ലേ. ഈറിയായിട്ട് ഇതിപ്പോ ആരെ വേണ്ടി ഫൈറ്റ് ഇപ്പൊ നേരെ ഇപ്പൊ വിളിക്കാൻ പോയത് ആരെയാണ്? ജോൺസിനെയാണ് വിളിക്കാൻ പോയത്. പക്ഷെ അതൊരു വളരെ കുളവുമായി പോയി. ഒരു ബാഡ് ന്യൂസ് ഉണ്ടായി. ജോൺസിന്റെ ബ്രദർ ഗിൽസ് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് സ്ലീപ്പില് ഡെഡ് ആയെന്നാ അറിഞ്ഞത്. ഡാന കൺഫേം ചെയ്യുന്ന ഗിച്ചു പറഞ്ഞത്. അപ്പൊ കണ്ടോളൻസസ് ജോൺസ് ആൻഡ് ഫാമിലി. ജോൺസ് നമ്മുടെ ഫേവറേറ്റ് ഫൈറ്റർ ആയിരുന്നു. അപ്പൊ ഇവിടെ ബ്രദർ പോയി. ഇപ്പൊ വിജയം പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺസ് വീസസ് അലക്സ് പെരേരനെ കോൾ ഔട്ട് ചെയ്താണ് ചെയ്യാൻ പൊരുങ്ങിയ ഒരു സ്പീച്ചൊക്കെ റെഡിയാക്കി വന്നാണ്. പക്ഷെ നടന്നില്ലല്ലേ. അല്ല, ഇപ്പൊ ഡാന പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ സീനുണ്ട്. രാവിലെ ഇന്ന് അലക്സ് PA-യിലായിരുന്നു ഫൈറ്റിന് മുമ്പ്. എന്നിട്ട് ഡാനോട് ചോദിച്ചെന്ന്, ഞാൻ ഹെവി വെയിറ്റിലോട്ട് മൂവ് ചെയ്യാൻ പോണേണ്, അതിനുള്ള സംസാരിക്കണായിരുന്നെന്ന്. അപ്പൊ ഡാന പറഞ്ഞെന്ന്, ആദ്യം ഈ ഫൈറ്റ് ഒന്ന് തീർക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം. അല്ലടാ, ഹെവിയിലോട്ട് പോകുന്ന ഉറപ്പിച്ചെന്നല്ലേ. ജയിച്ചാലും തോറ്റാലൊന്നും അല്ല, പുള്ളിക്ക് ഉറപ്പായിരുന്നു ജയിക്കുമെന്ന്. അങ്ങനത്തെ ഒരു മൈൻഡിലായിരുന്നു പുള്ളി ഇരുന്ന് വെച്ച്. ആണാ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, പുള്ളി തോറ്റേന്ന് വെച്ചെങ്കിൽ 205 നിൽക്കുമെന്ന് എനിക്ക് തോന്നല്ല. എടാ 205 കട്ട് ഭയങ്കര ബാഡാടാ. ഇപ്രാവശ്യത്തെ കട്ടായിരുന്നു ബെസ്റ്റ് കട്ടെന്നാണ് അലക്സ് പറഞ്ഞത്. അലക്സ് അങ്ങനെയല്ലേ പറയുള്ളൂ ഫൈറ്റിന് മുമ്പ്. പക്ഷെ എനിക്ക് തോന്നുന്നു അലക്സ്, ഞാൻ പറയട്ടെ, ജോൺസ് ആയിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യരുത്. എന്തായാലും ആ ഫൈറ്റ് എടുത്തേ പറ്റുള്ളൂ. കാരണം അതൊരു ബിഗ്ഗസ്റ്റ് ഫൈറ്റ് ഇൻ UFC അല്ലേ. എന്ത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അല്ലേ കിച്ചു. അതിനെല്ലാം ബിഗ്ഗർ ആയിരിക്കും ഇസ്ലാം ഇലിയ മാത്രം ഉണ്ടാവുള്ളൂ തോന്നുന്നു. ചിലപ്പോ അതിനേലും വലുതായിരിക്കും ഇത്. ഇപ്പൊ മറ്റേ ബാക്ക് ടു ഫേസ് ഓഫ് ദ UFC ആയി അലക്സ്. മറ്റേ ഫേസ് ഓഫ് ദ UFC ഗോട്ട് ഓഫ് ദ UFC തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ജോൺസിന് അലക്സ് ആലോചിച്ച് നോക്കി. 3 ഡിവിഷൻ ചാമ്പ്യൻ ഉണ്ടാ UFC-ല്? ഇല്ല, ജോൺസ് ചാമ്പ്യൻ അല്ല. അതപ്പൊ ടോമാസ്പിനോടൊക്കെ പോവാൻ പറ, ബെൽറ്റൊക്കെ അവിടെ വെച്ചിട്ട് പോവാൻ പറയും. ജോൺസ് ആയിട്ട് ഇതിനോടനെ തന്നെ ടോമായിട്ട് ഫൈറ്റ് വെക്കും ഉറപ്പായിട്ടും. ഇതിപ്പോ വൈറ്റ് ഹൗസിന് പറ്റിയൊരു കാർഡാണ് ജോൺസും അലക്സ് പെരേര. ഇന്നലെ രാത്രിയോടെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് കൂട്ടുവായി കിട്ടുവാണ്. വെറുതെ അല്ല, ഇന്നലെ രാത്രിയോടെ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. രണ്ടുപേരും കുറെ നേരം ഉറങ്ങിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് ഉറങ്ങിയിട്ട് എടുക്കാന്ന്. പക്ഷെ ഇവനും ഉറങ്ങിയിട്ടില്ല. അപ്പൊ സീനാണ്. ഫൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. അലക്സ് പെരേരയുടെ ഡോമിനേഷൻ ഫൈറ്റ് ആയിരുന്നു. ഡോമിനേറ്റീവ് ആയിരുന്നു. ഫൈറ്റിനെ പറ്റി പറയാനൊന്നും ഉണ്ടായില്ല. ആകെ 1 മിനിറ്റ് ഉണ്ടായുള്ള ഫൈറ്റ്. അതുകൊണ്ട് ഫൈറ്റിനെ പറ്റി ഒന്നും പറയാനില്ല. സെക്കൻഡ് ഫൈറ്റിലോട്ട് പോകുമ്പില്ലേ ഗൈസ്, എന്താ ബാഡെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു വരാബ്. പക്ഷേ ഇല്ലേ, എനിക്ക്
മെരാബിന്റെ അടുത്ത ഫൈറ്റ് കാണാൻ ഞാൻ എന്തുമാത്രം എക്സൈറ്റഡ്. കിച്ചു, നീ മെരാബിന്റെ അടുത്ത ഫൈറ്റ് കാണാൻ എന്തോരം എക്സൈറ്റഡ് ആണ്? മെരാബ് ഇതിപ്പോ എല്ലാവർക്കും ഇതിപ്പോ മെരാബിന് ഇനി ആര് തോപ്പിക്കാൻ? മെരാബിന് കോറി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ച് ഇപ്പില്ലേ അലക്സ് പെരേരനെ പോലത്തെ ഒരു ഫൈറ്റർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണില്ലേ മെരാബിന്റെ ഫൈറ്റ് 5 റൗണ്ട് കഴിയുമ്പോഴാണ് കേട്ടോ. സത്യം പറയാ, ജിറീനെ അലക്സ് പെരേരനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് തോന്നുന്നത് മെരാബിന്റെ 5 റൗണ്ട് ഫൈറ്റ് ചെയ്യുമ്പോഴാണ്. സമ്മതിച്ച് MMA റെസ്ലിംഗ് വേണമൊക്കെ ഓക്കെയാണ്, പക്ഷേ മെരാബിന്റെ സംഭവം റെസ്ലിംഗും അല്ല. കോറി എണീക്കും, മെരാബ് ടേക്ക് ഡൗൺ ചെയ്യും. 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 താഴെ ഡാമേജ് കൊടുക്കണണ്ട, ഇല്ല. താഴെ പിടിച്ചു നിർത്തണണ്ട, ഇല്ല. അപ്പൊ ഇത് ഫുള്ളിങ്ങനെ ഒരു 75% നടന്ന സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞ. എന്താണ് 32 ടേക്ക് ഡൗൺ 16 അറ്റൻഡ് ചെയ്ത് വീഴ്ത്തി. 50 പ്രാവശ്യമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ. ടേക്ക് ഡൗൺ ചെയ്യും, എണീക്കപ്പെടും. പുള്ളി അടിപൊളിയാണ്, ഗോട്ട് ഓഫ് ബാൻഡമേറ്റ് ആണ്, സൂപ്പറാണ്. പക്ഷെ ഈ ഒരു എലമെന്റ് അഡ്രസ് ചെയ്തേ പറ്റുള്ളൂ. അതും കൺട്രോളൊന്നുമില്ല, പക്ഷേ ജയിക്കാനുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു ഫൈറ്റ് ജയിക്കാൻ വേണ്ടിയുള്ളത് എല്ലാം ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഡോമിനന്റ് ആണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ബാറ്റിസ്റ്റുസ്റ്റ വീസസ് ബെനാ ഫൈറ്റ് നീ കാണാൻ തയ്യാറാണോ? സാധാരണ ആൾക്കാര് പേപ്പർ വ്യൂവിന് പൈസ കൊടുക്കും. ഇതിപ്പോ UFC ആൾക്കാർക്ക് പൈസ കൊടുക്കേണ്ടി വരും ചിലപ്പോ ഇതൊന്ന് കാണാൻ വേണ്ടി. ചില ആൾക്കാര് ചിലപ്പോ പൈസ അങ്ങോട്ട് കൊടുക്കും ഈ ഫൈറ്റ് നടത്താണ്ടിരിക്കാൻ വേണ്ടി. ഗെറ്റ് പെയ്ഡ് പെർ വ്യൂ, അതായിരിക്കും കിച്ചു ആ ഫൈറ്റിന്റെ ഫ്ലെക്സ് പോസ്റ്റർ മാർക്ക്. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാ എനിക്കറിയില്ല. ബാറ്റിസ്റ്റേ ഏതാണ്? ബാറ്റിറ്റുസ്റ്റേ പേര് പോലും മാരിയോ ബാറ്റിസ്റ്റ. ബാറ്റിസ്റ്റ ആ ഡാവ് സ്റ്റൈലും മെരാബിനിയിലും സീനാണ്. പുള്ളിയുടെ സ്റ്റൈൽ എന്താണെന്നറിയോ? ക്ലിഞ്ച് ആൻഡ് ഹഗ് നിയർ KG. പുള്ളിയുടെ മറ്റേ സ്റ്റൈലിന് ബ്രാക്കറ്റിൽ എഴുതി കാണിക്കൂലേ, തൈക്കൊണ്ടോ ബോക്സിങ്. അപ്പൊ ഹോൾഡ് ഔട്ട് അപ്പോൺ ഇൻ ദ കേജ് നെവർ ലെറ്റ് ഗോ, അതാണ് പുള്ളിയുടെ സ്റ്റൈലിന്റെ പേര്. എന്റെ പൊന്നു മെരാബ് പിന്നെ എക്സൈറ്റ് കുറച്ചെങ്കിലും കയ്യക്കാരൊക്കെ ബാറ്റിസ്റ്റൊന്നുമില്ല, നേരെ പിടിച്ചു ഇങ്ങനെ പിടിച്ചിരിക്കും. 5 റൗണ്ടല്ലേ 10 റൗണ്ട്. അപ്പൊ അങ്ങനത്തെ രണ്ടുപേര് തമ്മിൽ കാരണം അത് ഉമ്മാറായിട്ട് ജയിച്ചാലേ ഞാൻ പറയണേ. ഉമ്മാറും മെരാബും എന്നാൽ കുറച്ചുകൂടി സ്റ്റൈലിസ്റ്റിക്കലി ബെറ്റർ ആയിരിക്കും. പക്ഷെ മെരാബ് ഡോമിനന്റ് അടിപൊളിയാണ്. പക്ഷെ മെരാബിന്റെ സ്റ്റൈല് നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നണില്ല. കാര്യം പറയാ, മെരാബിന്റെ സ്കില്ല് കേട്ടോ. ഗോട്ട് ഓഫ് 135 ആണ്. മെരാബ് ഈസ് ദ ഗോട്ട് ഓഫ് 135, അതിലൊരു സംശയമില്ല. പക്ഷെ ഇന്ന് മെരാബിന്റെ 5 റൗണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡോമിനന്റ് ആണ്, ഇംപ്രസീവ് ആണ്. പക്ഷെ ഒരു അടുത്ത ഫൈറ്റ് കാണാൻ എക്സൈറ്റിംഗ് ആയിരുന്നില്ല. നിങ്ങളുടെ അടിയിൽ കമന്റ് ചെയ്യട്ടെ, മെരാബിന്റെ അടുത്ത ഫൈറ്റ് കാണാൻ ഇത്ര എക്സൈറ്റിംഗ് ആയിരുന്നെന്ന്. അതൊന്ന് പറയണേ. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് മെരാബിനെ ക്രിട്ടിസൈസ് ചെയ്യാനല്ല. ആ സെക്കൻഡ് റൗണ്ടിൽ ആ മെറാബിന്റെ ആ ഒരു ഫ്ലറി ഓഫ് പഞ്ചസ് നല്ല രസമുണ്ടായിരുന്നു. വേറെ ഒന്നും ഉണ്ടായില്ല, നല്ല മൊമെന്റ്സ് ഒന്നും ഉണ്ടായില്ല. ആകെ ഒരു 20 സെക്കൻഡാണ് നമുക്ക് അതിശയിപ്പിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നത്. പക്ഷെ അതെന്താന്നറിയോ കാര്യം ഗൈസ്, മറ്റേ ഇതിന് തൊട്ട് മുമ്പ് ജിറിയുടെ ഫൈറ്റ് കണ്ട് ഞങ്ങൾക്ക് ഡോപ്പമിന് ഇങ്ങനെ കേറി നിക്കണായിരുന്നു. ജിറിയുടെ 3rd റൗണ്ട് ഇല്ലേ, ഒരു മൂവി ആയിരുന്നു. ഇറ്റ് വാസ് എ അബ്സല്യൂട്ട് സിനിമ എന്നൊക്കെ പറയൂലേ, ആ സാധനമായിരുന്നു. ബെസ്റ്റ് റൗണ്ട് ഓഫ് 2025, ബെസ്റ്റ് റൗണ്ട് ഇൻ ഇയേഴ്സ് വേണമെങ്കിൽ പറയാലേ. എന്ത് റൗണ്ടായിരുന്നു അത്. 2 റൗണ്ട് ബാക്കിൽ ഇരുന്നിട്ട് ഇരി ഫൈനൽ റൗണ്ടിൽ ഫിനിഷ് വേണം. എന്നിട്ട് കലീലിനെ മറ്റേ ആ ഒരു ഫയറിലോട്ട് ഇട്ട് രണ്ടുപേരും 2 ബാക്ക് ആൻഡ് ഫോർത്ത് ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊണ്ട് ജിറി ഒന്നും പറയാനില്ല ഗൈസ്. കാരണം ഫസ്റ്റ് 2 റൗണ്ട് ഡൗൺ ആയിരുന്നു. കളിയുടെ പഞ്ചസ് ഒക്കെ ഇല്ല, ഭയങ്കര പവർ പഞ്ചസ് ആയിരുന്നു. ഷാർപ്പ് പവർ പഞ്ചസ് ആയിരുന്നു. പക്ഷേ ജിറി ഇന്നത്തെ പോലെ അൺഓർത്തഡോക്സ് ആയിരുന്നു. സൗത്ത് ബോൾ ഓർത്തഡോക്സ്. പിന്നെ പഞ്ചസ് ഒക്കെ അപ്പർ ഡൗൺ എല്ലാം അൺഓർത്തഡോക്സ് പഞ്ചസ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവരും ഈ ഫൈറ്റിനും പറയുന്നത് ജിറി എങ്ങനെയെങ്കിലും ഒക്കെ സ്റ്റോം വെതറി ജയിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു പഞ്ച് പൊളി ജയിക്കും. കറക്റ്റ് പോലെ എന്തെങ്കിലുമൊക്കെ ഒരു പളിച്ച് പൊള്ളിച്ച് എവിടെ എന്തൊക്കെയോ പഞ്ച് ചെയ്ത് ജിറിയായിരുന്നു. ജിറിയുടെ അൺഓർത്തഡോക്സിറ്റി അങ്ങാട് ഇംപ്ലിമെന്റ് ചെയ്ത് ഹെവി ഫെർ ഓഫ് പഞ്ചസ്. അവസാനം കാലി റൗണ്ടിന് ഓവർവെൽമി ചെയ്ത് കളഞ്ഞു. കാലി റൗണ്ടിന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായി, ഇടക്കിടക്ക് ടാഗിങ് ചെയ്യാനുണ്ട്. ജിറിക്കിട്ട് കുറെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്താണ് 2 കിട്ടിയാൽ 4 തിരിച്ചു കൊടുക്കണം. ജിറി 4 കിട്ടി 8 തിരിച്ചു കൊടുക്കണായിരുന്നു. അങ്ങനെ അവസാനം എന്ത് ചെയ്ത് 8 കിട്ടി 16 32 കൊടുത്തപ്പോ എന്താണ് പറ്റണില്ല. അവസാനം ഒരു കറക്റ്റ് ഒരു ഹുക്ക് പവർ ഉണ്ടായതിന്റെ പുറകിൽ ഹുക്ക് അങ്ങ് കൊടുത്തപ്പോ കാലി റൗണ്ട് ഗിവ് അപ്പ് ചെയ്താണ് തോറ്റാണെന്ന് അറിയില്ല, അങ്ങാട് വീണ്.
കലീല് ശരിക്കും പറഞ്ഞ കലീല് കൊറേ കിക്കൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷെ അത്ര കിക്ക് ഹെവി ഒന്നും ആയിരുന്നില്ല. ഇരിയാണെങ്കില ഇരി പോപ്പുലർ ആയത് ഈ അൺഓർത്തഡോക്സ് സ്റ്റൈലിലാണ്. പണ്ടത്തെ ഇരി ആ സെയിം ഇരി തിരിച്ചു വന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തപ്പോഴേക്കും പുള്ളി ആ ഓൾ ഔട്ട് അറ്റാക്ക് ആ സ്റ്റൈൽ അങ്ങോട്ട് ഇറക്കി, ശരിക്കും അങ്ങോട്ട് ഇറക്കി. അല്ല ഒന്നും പറയാണ്ടായില്ല. പുള്ളി ജിറിനെ നമ്മ വിന്റേജ് ജിറി എന്താണ് എക്സ്പെക്ട് ചെയ്തത്, ആ വിന്റേജ് ജിറി ഇവിടെ കാണിച്ചു തന്നു. അപ്പൊ ഒന്നും പറയാനില്ല. ഇരി എന്നിട്ട് ഫൈറ്റ് കഴിഞ്ഞിട്ട് മെയിൻ ഇവന്റ് കാണാൻ വേണ്ടി അലക്സിന്റെ അങ്കലേവനെ ഉറക്കിയില്ല എന്നാലും അങ്കലേവന് ആ ഫൈറ്റ് കാണാൻ വേണ്ടി ഇരി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് മീൻമുഖേനുണ്ടായിരുന്നു. പുള്ളി നൈസായിട്ട് മിക്കവാറും ഇപ്പൊ അലക്സ് ജോൺസ് നടന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോ ട്രിലോജി ആയിരിക്കും മിക്കവാറും നടക്കാൻ പോണേ. ഗുൾബർഗിന് കൊടുക്കുമെന്ന് തോന്നണല്ല. ഏത് അങ്കായിട്ടാ? അങ്കല്ല, അലക്സ് ഇരി. എടാ അലക്സ് ജിരി പക്ഷെ എടാ ഉൾബർഗിനെ സംഭവിച്ച് നോക്കുമ്പോ അത് എന്താ അൺഫെയർ ആടാ. ജിരി ഓൾറെഡി 2 പ്രാവശ്യം തോറ്റി, 1 പ്രാവശ്യം ഡിസിഷൻ, 1 പ്രാവശ്യം DKO. അപ്പൊ ഇത്രയും നടന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഉൾബർഗ് ഫ്രഷ് ആയിട്ട് നിൽക്കുമ്പോൾ ഫ്രഷ് കൊടുക്കണത് എനിക്കറിയില്ല. അത് ഭയങ്കര തോന്നിയ ദിവസം ഇപ്പൊ ഉൾബർഗിന്റെ കാരണം ഉൾബർഗ് KO ചെയ്ത് വന്നേക്കണ റിയാസിന. അപ്പൊ എനിക്കറിയില്ല എന്ത് സംഭവിക്കുമെന്ന്. ഉൾബർഗിന് കൊടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ജിറിയുടെ ഈ ഫാൻ ബേസും ജിറി ഇപ്പൊ ഉണ്ടാക്കിയ ഇമ്പാക്റ്റും കൊണ്ടാണ് കിച്ചു പറഞ്ഞത്. ഇതിപ്പോ വേണമെങ്കിൽ ഇങ്ങനെ പോവാ, ഉൾബർഗും ഇരിയും കൂടി ഫൈറ്റ് ചെയ്തിട്ട് അപ്പുറത്ത് അലക്സിന്റെ മറ്റേ യോൺസ് ആയിട്ടാ അല്ലെങ്കിൽ ഹെവി വെയിറ്റിലോട്ടുള്ള മൂവ് വേണമെങ്കിൽ നടത്താം, ചെയ്യാം എന്തായാലും. അപ്പൊ അത് എന്താ വെച്ചാൽ ഡാന ട്യൂസ്ഡേ ഡിസൈഡ് ചെയ്തിട്ട് പറയും അലക്സ്. പക്ഷെ അലക്സിന് 205 ഇനി ഫൈറ്റ്സ് കണ്ടിട്ടാ. ഞാൻ ഒരു കാര്യം പറയാ, ഉൾബർഗായിട്ടുള്ള ഫൈറ്റുകൾ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. ഇപ്പൊ അങ്ക് റീമാച്ച് വന്നാലും അത് ആൾക്കാർ കാണും. പിന്നെ അത് വരൂല ഒരിക്കലും. പിന്നെ കാരണം പിന്നെ അങ്കിനെ ചാമ്പ്യനായിട്ട് UFC ഒട്ടും ഇഷ്ടമല്ല. മാത്രമല്ല ഞാൻ ഈ വീഡിയോ എടുക്കേണ്ട മുമ്പ് പറയായിരുന്നു, അങ്ക് ഈ ചാമ്പ്യനായിട്ട് ഈ 2 മാസം സത്യം വെറുതെ വേണമല്ല, 3-4 മാസം ഈ അങ്കലവിന്റെ ഒരു വിവരം ഉണ്ടായില്ല ആൾക്കാർക്ക്. അപ്പൊ ഒരാൾ UFC ചാമ്പ്യനായ എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? ഞങ്ങൾ ആലോചിക്കുമ്പോ ഈ അങ്കലവ് ചാമ്പ്യനായിട്ട് MMA എന്താണ് ഗുണം? കേരളത്തിലെ MMA അല്ലെ വേൾഡ് MMA ഒരു ഗുണം വേണ്ടേ? അങ്ങനെ ഒരു ഗുണം ഉണ്ടായില്ല. അതുകൊണ്ടാണ് അലക്സ് ജയിക്കണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞേക്കണത് ഒക്കെ. അലക്സ് ജയിച്ച തന്നെയാണ് MMA ബെറ്റർ. അപ്പൊ എനിക്ക് റീമാച്ച് കൊടുക്കേണ്ട താല്പര്യമില്ല, റീമാച്ച് ഉണ്ടാവുമെന്ന് തോന്നണില്ല. പിന്നെ ജിറിയായിട്ടുള്ള ഫൈറ്റ് നല്ല കിടലായിരിക്കും, പക്ഷെ ജിറി 2 തോറ്റാണ്. അലക്സ് എന്തായാലും 1-2 ഫൈറ്റ് ഉണ്ട് 205. അത് കഴിഞ്ഞിട്ട് അലക്സ് പോയിക്കോട്ടെ ഹെവിയിൽ ടോമായിട്ട് ചാമ്പ്യൻഷിപ്പ് കൊടുത്താലും ഒരു വിരോധവും ഇല്ല. കാരണം അലക്സിന് അത്ര സ്റ്റാർഡും ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ ഒതന്റിക്കായി, ഒന്നും പറയാനില്ല. അലക്സ് എക്സ്ട്രോർഡിനറി ലെജൻഡായി. അപ്പൊ പിന്നെ എന്തായാലും അലക്സിന് ഹെവിയിൽ ടൈറ്റ് ഷോട്ട് ഡയറക്റ്റ് കൊടുത്താലും ഞാൻ ഒന്നും പറയാൻ പോണില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയൂടെ കിച്ചു ടൈറ്റ് ഷോട്ട് കൊടുത്താല്? അലക്സിന്റെ ഇപ്പൊ ലെഗസി ഇപ്പൊ എന്താണ്? ഇപ്പൊ മറ്റേ കുറച്ച് 38-ാം വയസ്സില് ടൈറ്റിൽ റീക്ലെയിം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ, റാൻഡി കട്ടൂർ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ ചെയ്തേക്കണത്. ഡാനിയൽ കോർമിയർ 40-ാം വയസ്സിൽ റീക്ലെയിം ചെയ്തേ. അപ്പൊ ആ ലെവൽസ്, ആ DC പിന്നെ റാൻഡി കട്ടൂർ ആ ഒരു സെപ്പറേറ്റ് ക്ലാസ് ഓഫ് ഫൈറ്റേഴ്സിന്റെ ഇടയിലോട്ടാണ് ഇപ്പൊ കേറിയേക്കണത് അലക്സ് പെരേര. പിന്നെ അലക്സ് പെരേര തുടങ്ങിയപ്പോ തന്നെ 35-ലല്ലേ തുടങ്ങിയത്. തുടങ്ങിയത് തന്നെ 34,000 തോന്നുന്നു പണ്ടാറ്. UFC വന്നിട്ട് 4 കൊല്ലമായിട്ടുള്ളൂ തോന്നുന്നു. എന്താണ് ചെറിയ ടൈമില് പുള്ളി എന്തൊക്കെ കാട്ടിക്കൂട്ടി. പുള്ളി കിക്ക് ബോക്സിംഗിൽ ലേറ്റ് ആയിട്ടല്ലേ ജോയിൻ ചെയ്ത്? ചെറുതായിട്ട് ലേറ്റ് ആണെന്ന് തോന്നുന്നു. 18 വയസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല, 25-ാം വയസ്സിലൊക്കെയാണ് നമ്മൾ കിക്ക് ബോക്സിംഗിൽ തുടങ്ങിയത്. പുള്ളി നല്ല ലേറ്റ് ബിഗിനർ ആണ്. അപ്പൊ വൈകിട്ട് തുടങ്ങാൻ നിൽക്കുന്നവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആണ് കേട്ടാ അലക്സ് പെരേര. അതെ, ഇത് എല്ലാവർക്കും ഉള്ള മോട്ടിവേഷനാണ്. ഈ പുള്ളിയുടെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസ് കോൺഫറൻസിൽ ലാസ്റ്റ് പറഞ്ഞൊരു സീൻ ഉണ്ടായില്ല, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ബാക്ക് ടു ടയർ ഷോപ്പ്. ഈ മില്യനെയർ ടയർ ഷോപ്പിൽ പോണ കാര്യമില്ല, പക്ഷെ എന്നാലും പുള്ളി ആ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. പറഞ്ഞ എല്ലാം അതേപോലെ ഇത് അടുത്ത ഫൈറ്റിന് മിക്കവാറും അലക്സ് പെരേരക്ക് ഒരു 5 മില്യൺ മിനിമം കിട്ടും, ഉറപ്പാണ്. അപ്പൊ അടുത്ത ഫൈറ്റിനുള്ളിൽ അലക്സ് പെരേര ലൈഫ് ലോങ് സെറ്റായി. അടുത്ത ഫൈറ്റിന് നല്ല പൈസ കിട്ടണം എന്തായാലും. ഇപ്പൊ ചാമ്പ്യൻ ആയില്ലേ, ഇപ്പൊ കോൺട്രാക്ട് റീനെഗോഷിയേറ്റ് ചെയ്യുമല്ല, പിന്നെ ഉറപ്പല്ലേ. പുള്ളി ചാമ്പ്യനുമായി
ഇപ്പൊ ഈ അങ്കലേവിന്റെ എത്ര ഫൈറ്റ് വിൻ സ്ട്രീക്ക് ആണ് തോപ്പിച്ചത്? 13-14 എന്തോ വിൻ സ്ട്രീക്ക് ആയിരുന്നു അങ്കലേവിന്. ആ പോൾ ക്രൈവ് ലാസ്റ്റ് മൊമെന്റ് സബ്മിറ്റ് ചെയ്തല്ലാണ്ട് അങ്കലേവ് ഒരു ഫൈറ്റ് പോലും ഡേഞ്ചറിൽ പോയിട്ടില്ല. ആ അങ്കലേവിന് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നോ, അത് ഞാൻ ഞെട്ടിപ്പോയിട്ടാ. അതൊന്നും പറയാനില്ല. അലക്സ് അൾട്ടിമേറ്റ് എക്സ്ട്രോർഡിനറി ലെജൻഡ് ഒന്നും അധികമുള്ള എന്ത് പറയാ. ഇപ്പൊ മാത്രമല്ല, ഇത് കാരണം കുറച്ച് ഫാൻ ബേസ് ആടാ. ഇത് കാരണം മനസ്സിലായി ഇനിയിപ്പോ കേരളയിൽ കുറച്ചൊന്ന് ഫാൻ ബേസിന് ഒരു ഡോപ്പമിൻ കിട്ടി. കുറച്ച് പേരെങ്കിലും പുതിയ ഇത് കാരണം എംഎംഎയിലോട്ട് വരുമെന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു മിനി എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ടാവും ഉറപ്പാണ്. ശരി, ആ ഒരു റെസിഡി എഫക്ട് കോണർ 2016 ഡിആർഎസിനെ ഉറക്കിയപ്പോഴേക്കും റെസിഡി എഫക്റ്റ് ലോകം മൊത്തം ഉണ്ടായ പോലെ അലക്സ് ഇങ്ങനെ ആയതുകൊണ്ട് എന്തെങ്കിലും ചെറിയ എഫക്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ അപ്പൊ എല്ലാവർക്കും ഒരു കിടിലൊരു എന്താണ്, ആരും പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത്, കുറെ പേര് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അലക്സിന്. ആ ഒരു ആരെയും ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അലക്സ് ആണെങ്കിൽ കാണിച്ചെന്നത് അത് ഒറ്റ റൗണ്ടിൽ തന്നെ കാണിച്ചത്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. എന്നാൽ അലക്സ് ജയിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും, അലക്സ് ജയിക്കാൻ വേണ്ടി വിചാരിച്ചെങ്കിലും പക്ഷെ ഇങ്ങനെ ജയിക്കും. ഇതിപ്പോ ഒരു അങ്കലേവ് ഇപ്പൊ ഞാൻ ഫൈറ്റ് ചെയ്യാൻ വന്നതല്ലേ, എന്നിട്ട് എന്നെ ഫൈറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല എന്നുള്ളൊരു മൂടായി പോയി. പെട്ടെന്നായി പോയി, കഥമായി പോയല്ല, കഥം ഹുദായിരുന്നു. ഇത് ഭയങ്കര ചെയ്യാനായിട്ടാ ഇന്ന് ഇങ്ങനെ അലക്സേഷ് കൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ഇടിയൊക്കെ. ഞാൻ ഇപ്പോഴും മെസ്സേജ് വായിച്ചിട്ടില്ല കുറേയൊക്കെ. വലിയ സംഭവമായിട്ട് കിച്ചു പറഞ്ഞ രണ്ടുപേരെ വെട്ടിക്കൊന്ന് സീനാക്കിയിട്ടൊക്കെ ഇരിക്കണേണ്. അപ്പൊ അതൊക്കെ ഒന്ന് തീർച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല ഗൈസ്. ഭയങ്കര അലക്സിന്റെ മിനി എക്സ്പ്ലോഷൻ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ബിഗ് എക്സ്പ്ലോഷൻ ആയിരുന്നു അലക്സ് ജയിച്ചപ്പോ ഉണ്ടായിരുന്നത്. അപ്പൊ ബിഗ് ഷൗട്ട് ഔട്ട് നമ്മുടെ ലക്ഷ്മണനും ശരത്തും. രണ്ട് ഹാർഡ് കോർ ഫാനായിരുന്നു കേട്ടാ പണ്ടോട്ട് അലക്സിന്. അലക്സിനെ സ്വന്തം വീട്ടിലെ ചേട്ടനെ പോലെ സ്നേഹിക്കുന്ന ഒരാളാണ് ശരത്ത്. ലക്ഷ്മണനെ അത്രയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ശരത്ത് വളരെ സീനാണ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻ ടു ബിഗ് ഫാൻ ശരത്. അലക്സ് ഓൺ സെലിബ്രേഷൻ. അപ്പൊ എനിക്ക് ചെലവായിട്ടാവും ഫുഡ് മേടിച്ചോന്നൊക്കെ പറയണം. അപ്പൊ നോക്കാം, പറഞ്ഞു നോക്കാം എന്താ പുള്ളി ചെലവായിട്ട് തന്നെ. എന്തെങ്കിലും മേടിച്ചെടുക്കും, എന്തെങ്കിലും ചെലവഴിക്കണം. ബിരിയാണി എങ്കിലും മന്തിയെങ്കിലും വേണം. അപ്പൊ ഷോർട്ട് എപ്പിസോഡ് ആയിരുന്നു, ഒന്നും തോന്നരുത്. ഉറങ്ങിയിട്ടില്ല, ഇവന് ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വീക്കിലി അടുത്ത ഇതിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ അതെ ചാവ് ചാവല്ല ചാവാ.